ഭക്തി വാസുദേവായ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ക്രിയാമാർഗോപദേശം. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാതനിത്തിന്നോർക്കില്ലവസാനം ഇല്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവാനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം മുയുക്കയാൽ തന്നെ ഗൃഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്യമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവം ആരാധിക്കമാമെടോ. ഹൃൽകമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമെടോ. മുഖ്യപ്രതിമാദികളിലൊന്നാകിലും അർക്കങ്കലാകിലും അർപ്പിക്കലാകിലും സ്തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമം ഉണ്ടെങ്കിലോ പുനരുത്തമമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാരത ആദരാൽ മൃല്ലേപനാദി വിധിവയിക്കാലേ കളിക്ക വേണം കളി പോട്ടിருக்கு കുളിക്ക വേണം ദേഹശുദ്ധയേ. മൂലമറിഞ്ഞു സന്ധ്യാവന്ദനമാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയെ ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക ശിലയാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവാൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറികനീ. മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ. അഗ്നൗ യജിക്ക ഹവിസ്സുകൊണ്ടാതരാൽ അർക്കനെ സ്ഥണണ്ടി തിങ്കലാം എന്നാകിലോ. മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരി എന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷതഭക്ഷ്യഭോജ്യാദികൾ എന്തു പിന്നെ പറയണമോ. ഞാനെടോ വസൃതാജിനക ശാദ്യങ്ങളാസനം ഉത്തമമായതു കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്നാവിർമുദ ലിപിന്യാസം കയിക്കണം ചെയ്ക തത്വന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ വാമേ കലശം വച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷതഭക്തേവ സംഭരിച്ചിടണം. അർഘ്യപാദ്യപ്രദാനാർത്ഥമായും മധുപാർക്കാ ചമന്നാർത്ഥം എന്നിങ്ങനെ പാത്രചതുഷ്ടവും വെച്ചു കൊള്ളണം. പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംജ്ഞാം തടിതുജ്വലാം ഹൃൽകമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹം അഖിലം ത്വയാ വ്യാപ്തം എന്നറിയണമിക്ക മിളക്കവും കൂടാതെ ആവാഹയേൽ പ്രതിമാദിഷ്ടമൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം. പാദ്യവും മർഘ്യം തഥാ മധുപർക്കം ഇത്യാദൈ പുന സ്നാനവസൃത വിഭൂഷണൈഹി. എത്രയുണ്ടു ഉള്ളതുപചാരം എന്നാൽ എത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളൂ. ആഗമോക്തപ്രകാരേണ നീരാജനൈർധൂപദീപൈർ വിദ്യൈർബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യം മാർച്ചിച്ചു കൊള്ളുകിൽ ശ്രദ്ധയാ നാനും ഭുജിക്കമറിക നീ. ഹോമമഗസ്ത്യോർക്കമാർക്കുണ്ടലാലനെ മൂലമന്ത്രം കൊണ്ടു ചെയ്യാം ഉദന്നിയെ ഭക്ത്യാ പുരുഷ സൂക്തം കൊണ്ടുമാമെടോ. ചിത്തതാരിങ്കൽ നിനക്ക കുമാരനീ. ഔപാസനാഗ്നൗ ചരുണഹവിഷാധ സോപാദിന ചൈക ഹോമം മഹാമദേ. തപ്തജാഭൂനദപ്രക്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം. മാമേവ വഹ്നിമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാഭുതോത്തമൻ. പാരിഷദാന ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയ മന്ത്രമിൽ ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്തവ്രാസം നാഗവല്ലീദയാദിയും ദത്വാ മദഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാടാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാമുറപ്പിച്ചു വിനീതനായി മദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധായാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരദിതി മുഹുരുക്ത്വാ നമസ്കാരവും ചെയ്തനന്തരം
ഉദ്വസിപ്പിച്ചുടൻ പ്രത്യംഹസിംഗലിത്തം ദിനം അനുപൂജിച്ചു മത്സ്കരെ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങൾ എന്തു ചൊല്ലേണമോ. ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതൻ കേൾക്കതൻ ചെയ്കിലോ നിത്യപൂജാഫലം ഉണ്ടവനെന്നതും ഭക്തിപ്രിയൻ നരുൾ ചെയ്താനതു നേരം. ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോടശേഷമിദ്ധമരുൾ ചെയ്തൊരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാവലംബ്യ ദുഃഖം തുടങ്ങിനാൻ. ഹാ ജനകാത്മജേ സീതേ മനോഹരേ ഹാ ജനമോഹിനി നാഥേ മമ പ്രിയേ ഏവമാതിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന്നു വരാതെ ചമഞ്ഞിതു. സൗമിത്രി തന്നുടെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടും മരുവും ചില നേരം. ഹനുമൽ സുഗ്രീവ സംവാദം. ഇങ്ങനെ വായുന്ന കാലം ഒരു ദിനം അങ്ങു കിഷ്കിന്ധാപുരിത്തിങ്കൽ വായുന്ന സുഗ്രീവനോടു പറഞ്ഞു. പവന ജനഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം കേൾക്ക കവീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം. നിന്നുടെ കാര്യം വരുത്തിരഘൂത്തമൻ മുന്നമേ സത്യവ്രതനു പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിച്ചില്ലേതുമെന്നെന്നുടെ മാനസേ തോന്നുന്നതിന്നഹോ. ബാലി മഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മൻ. നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തിതു. രാജാഭിഷേകവും ചെയ്തു മഹാജന പൂജ്യനായാരുമായിരുന്നീടു നീ. എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ട് തോന്നുന്നു ധരിക്കനീ. അദ്യവാശ്വോവാ പരശ്വോധവാ തവ മൃത്യുഭവിക്കുമതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിന്നൊക്കുമേ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രേ നിജ സോദനൻ തന്നോട് ഉർവീശ്വരന് പരിതാപേന വായുന്നു നിന്നെയും പാർത്തു. പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതിലേതുമേ. വാനരഭാവേന മാനിനി സക്തനായി പാനവും ചെയ്തു മതി മറന്നഹ്വം. രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകളെത്രയും നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം. അഗ്നനാനന്ദൻ തന്നെ വാക്കു കേട്ടഞ്ചസാഭീതനായൊരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ. സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലുമമാത്യന്നുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തുമെത്തുകയില്ലല്ലോ. സത്വരം എന്നുടെ യാജ്ഞയോടും ഭവാൻ പത്തു ദിക്കിലേക്കും അയച്ചിടേണം. സത്വദീപസ്ഥിതന്മാരായ വാനരസത്തന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ 10,000 കവിവീരർ പാരാതെ അയക്കൂ. സന്ദേശം പറഞ്ഞേ അവക്ഷത്തിനുള്ളിൽ വരേണം കവികുലം. പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വന്ദനം വദന്നിന്നല്ലൊരു സംശയം. സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ. അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുള മന്ദിരം പൂക്കിരുന്നീടിനാൻ. ഭർതൃനിയോഗം പുരസ്കൃത്യ മാരുതപുത്രനും വാനരസത്തമന്മാരെയും 10 ദിക്കിലെന്നും അയച്ചാൻ അഭിമതം. ദത്തപൂർവം കവീന്ദ്രന്മാരുമന്നേരം വായുവേഗപ്രചാരേണ കപിലകുലനായകന്മാരെ വരുത്തുവാനായി മുതാ പോയിതു ദാനമാനാദി തൃപ്തന്മാനായ ആ മാനുഷ്യൻ കാര്യർത്ഥം അതിദ്രുതം. ശ്രീരാമന്റെ വിരഹതാപം. രാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വായും വിധൗ. താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ. പാപമയ്യോ മമ കാൺക കുമാരനീ ജാനകി ദേവി മരിച്ചിതു കുത്രച്ചിൽ. മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതും അറിഞ്ഞിതുമല്ലില്ലല്ലോ. കശ്ചിൽ പുരുഷനെന്നോട് സംപ്രദനായി ജീവിച്ചിരിക്കുന്നതെന്നു ചൊല്ലിടുകിൽ കേവലം എത്രയും ഇഷ്ടനവൻ മമ. എങ്ങാനും മുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം. ജാനകി ദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ. വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയം ഏതുമിതിനില്ല നിർണയം. എന്നെയും കാണാനു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാനെന്നെനിക്കാ ഇനി നിനക്കാണുന്നു വല്ലഭേ.
ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദനും ആദിത്യനെ പോലെയായതു ചന്ദ്രശീതാശുകളാളവളെ ചെന്നു മന്ദമന്ദം തലോടി തലോടി തഥാ വന്നാ തടവീടുകന്നെയും സാദരം നിന്നുടെ ഗോത്രജയനല്ലോ ജനകജ സുഗ്രീവനും ദയാഹീനനത്ര തുലാം ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടു കൂടി ദിവാനിശം മദ്യപാനാസക്ത ചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ വന്നു ശരൽക്കാലം എന്നതു കണ്ടവൻ വന്നീലയോ പറഞ്ഞ വണ്ണം സഖേ അന്വേഷണം ചെയ്തു സീതാദിവാവും ഇന്നേടുമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയായി മെന്ന മറയ്ക്കയാൽ പൂർവനനുകൃതജ്ഞന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനകത്തെ മറയ്ക്കുന്നു ദുഷ്ടരിൽ മുമ്പുട്ട സുഗ്രീവനോർക്കനി കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കടശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജൻ മാർഗം ഗ്രമിക്കണം എന്നിങ്ങനെ സുഗ്രീവനും അതിനില്ലൊരു സംശയം ഇത്തമരുൾ ചെയ്തു രാഘവനോട് അതിക്രുദ്ധനായൊരു സൗമിത്രി ചൊല്ലിയിടിനാൻ വധ്യനായൊരു സുഗ്രീവനെ സത്വരം ഹത്വാ വിടകൊൾ വനദ്യതവാന്തികം ആജ്ഞാപയാശുമാം എന്നു പറഞ്ഞിതു പ്രാജ്ഞനായൊരു സുമിത്രാതനയനും ആദായ ചാപരൂണി ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധും ഉദ്യദ്യതം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും മുണ്ടെന്നു പറഞ്ഞു ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി കിന്തു ഭയപ്പെടുതറികെന്നേ വരൂ ബാലിയെ പോലെ നിനക്കും വിരവോട് കാലപുറത്തെന്നു പോകാമറികനി യുദ്ധം അവനോട് ചെന്നാതലി ഉത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിനു രൂപമാകുന്നതുമോർത്തു കർത്തവ്യം അനന്തരം ലക്ഷ്മണന്റെ പുറപ്പാട് അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടനാൻ കിഷ്കിന്ധയോടും ദഹിച്ചു പോമിപ്പോയേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവാജ്ഞനാകുലജ്ഞാതിയായുള്ളൊരു മനുഷ്യനെ പോലെ ദുഃഖസുഖാദിക്കൽ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃതിശാന്തി ലോകത്തിനുണ്ടാകുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നുടെ സിദ്ധി വർത്തിക്കട്ട കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരിപാലൻ ആനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുക്തമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മായാനാശിയായാകിയ ദിവ്യകഥയെ പ്രസിദ്ധമാക്കുന്ന യഥാ രാമനായി മാനുഷ്യ വ്യാപാരജാതയാം രാമായണാഭിധാനന്ദനായിനീം സർക്കഥാമി പ്രപഞ്ചത്തിലൊക്കവേ വിഖ്യാതയായൊരുവാൻ ആനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും കേതാദിയും വ്യവഹാരാർത്ഥി സിദ്ധയെ തത്തൽ ക്രിയാകാലദേശോചിതം നിജ ചിത്തെ പരിഗ്രഹിച്ചിടനാനൈശ്വരൻ സത്വാദികളും ഗുണങ്ങളിൽ ഞാൻ ഇന്നു രക്തനെ പോലെ ഭവിക്കുന്ന ദുർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാനായി വ്യക്താനദ്വയൻ കാമാദികളാ വിത്വിത്തനയ്യവൻ വ്യോമവത് വ്യാപ്തൻ അനന്തനാന്മയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലനറിഞ്ഞിടുവോർ നിർമ്മലാത്മകയായുള്ള ഭക്തന്മാർക്കു സംയുക്ത പ്രബോധമായുണ്ടെന്നു ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സജ്ഞായതേ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ കിഷ്കിന്ധാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറു ഞാനൊളിച്ചിട്ടു മർക്കടന്മാരവയെ കണ്ടു പേടിച്ചു ചക്രുക്കിലു ശബ്ദം പരവശാൽ വക്രോപരി പറഞ്ഞു കല്ലും മരങ്ങളും ബിഭ്രത്തോടു കൈകൾ പിറ്റിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിച്ചടങ്ങി അങ്ങുമിങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ കാമ്പിലോ ദ്യുതനായ സൗമിത്രി വില്ലും കുയിലും കഴിച്ചു വലിച്ചിതു ബല്ലൂക വൃന്ദവും വല്ലാതെയായതു ലക്ഷ്മണനാഗതനായതറിഞ്ഞത് തൽക്ഷണം അങ്കദനോടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളൊക്കെ കളഞ്ഞു താൻ ഏകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ പ്രീതനായ ശ്ലേഷവും ചെയ്തവനോട് ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ ഗച്ഛവത്സം ത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലി ചെയ്ത കാര്യം പിയയ്ക്കുമെന്നാശുനി ഇച്ഛയായുള്ളതും ചെയ്തു മിത്രത്തെ വഞ്ചിക്കാനർത്ഥം വിളമ്പിതും വരും ഉഗ്രനാമഗ്രജനെ കൊണ്ടോൻ അരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണൽ അഗ്രജന്മാർക്കു ഗമിക്കമെന്നൊടു സുഗ്രീവൻ അരുൾ കൊമ്പിലെങ്കിൽ എത്രേ വരൂ എന്നരുൾ ചെയ്തിതു ചെന്നു പറകെ എന്നു ചൊന്നതു കേട്ടൊരു ബാലി തന്നെ
തനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്ത് കാവേയ ഭാവം കളഞ്ഞു വന്ദിക്ക് ചെന്ന പത്തൽ തല്ലായ്ക്കിലുണ്ടായി വരും ദൃഢം. സംതൃപ്തനായ സുഗ്രീവനതു കേട്ടു മന്ത്രിപ്രവരൻ മാരുതി തന്നോട് ചിന്തിച്ചു ചൊല്ലിനാൻ. അംഗത്തോടു കൂടിയ ചെന്നു വന്ദിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരുക ശാന്തനായൊരു സുമിത്രാതനയനെ. മാരുതിയെ പറഞ്ഞവമെച്ച് താരനോട് ആത്മജൻ പറഞ്ഞിടിനാൻ. താരാധിപാനനെ പോകണമെന്നാശു നീ താരേ മനോഹരെ. ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങൾ പിന്നെ കൂട്ടിക്കൊണ്ടങ്ങു പോന്നിടങ്ങയും വേണം. ലുഷഭാവത്തെയും നീക്കണം. ഇത്തമാർക്കാത്മജ വാക്കുകൾ കേട്ടവർ മധ്യകാക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമ സോദരൻ തന്നെ വണങ്ങിനാൻ. ഭക്ത്യാ കുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോട് ജനനാനന്ദനം ചൊല്ലിനാൻ. എന്തു പുറത്തുഭാഗെ നിന്നരുളുവാൻ അന്തഃപുരത്തിൽ അമ്മാറയുന്നള്ളണം. രാജധാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെ കനിവോട് കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിനാൻ. സാധ്യമെല്ലാം ധൃതം ഇത്തം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രയോടും മന്ദം മന്ദം നടന്നിതു. യൂതവന്മാർ മറുവീടും മണിമയ സൗഗന്ധികം പുരുഷോഭയും കണ്ടരു അരുൾ ചെയ്തു കൊണ്ടു മധ്യകക്ഷ്യ ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണുകയായി വന്നു. താരേശതുല്യ മുഖ്യനായി മാലിനി താരാജഗന്മയ മോഹിനി സുന്ദരി ലക്ഷ്മി സമനായി നിൽക്കുന്ന നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതനായി മന്ദസ്മിതം പൂണ്ട് ചെന്നാളകോ തവ മന്ദിരമായിട്ടുള്ളതെന്നറിഞ്ഞില്ലയോ. ഭക്തനായി എത്രയും ഉത്തമനായി തവ ഭൃത്യനായ ഒരു കവീന്ദ്രനോടങ്ങനെ കോപമുണ്ടായതാൽ അവനെന്തൊരു ഗതി ചാബല്യമേറും ഇജ്ജാതികൾ കോർക്കണം. മർക്കടവീരന് ബഹുകാലമുണ്ടല്ലോ ദുഃഖം അനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശു ബബൽ കൃപയ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ. വാണാനന്ദം വിപരീതമാക്കിടാം വേണം ദയാനിതേ ഭക്തപരായണ. നാനാതിദന്തരം തോറും മരുവിന വാനരന്മാരെ വരുത്തുവാനായവൻ. 10 സഹസ്രം ദൂതന്മാരെ വിട്ടിട്ടു 10 ദിക്കീനും കവിക്കുല പ്രൗഢനും വന്നു നിറഞ്ഞതു കാൺവിടൻ എന്ന പൂരോനും ദണ്ഡമിനിയില്ല നിർണയം. നത്തഞ്ചരക്കുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കവിസത്തമന്മാരെല്ലാം. പുത്രകളത്രമിത്രാൻവിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടുവരുവനായി ശ്രീരാമദേവ പാദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കമരുന്നാളറിൻ. താരാവചനം കേട്ടു കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുദ്ധനായവും ചെയ്തു വന്ദിച്ചു. മത്തനായി വിഹ്വലദിക്തേക്ഷണം കപില സത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ. നീ രഘുരത്തമൻ തന്നെ മറന്നെന്തെങ്ങിനോ മിത്രാദിപുത്രനെ കൊന്ന ശരമാര്യ പുത്രൻ കരസ്ഥിതമെന്നു മറികനി. അഗ്രജമാർഗം ഗമിക്കില്ല ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്ര ചൊന്നാലതു കേട്ടുനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. ഇത്തം അരുൾ ചെയ്തവൻ എന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്ങൾ കവിസത്തമന്നോർക്കിൽ സുമിത്രാത്മജനലും സത്യവും ലംഘിക്കയില്ല കബീശ്വരൻ രാമകര്യാർത്ഥം ഉണർത്തിക്കുന്നതും. താമസമെന്നിയെ വാനരപുങ്കവൻ വിസ്മൃതനായിരുന്നിടിലേതും. വിസ്മയം അമ്മാരു കണ്ടില്ലയോ ഭവാൻ വേഗേന നാനാധികത്തിങ്കൾ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യമശേഷം സാധിക്കും ആമയം എന്നിയെ വാനരനായകൻ. മാരുതി ചൊന്നതു കേട്ടു സൗമിത്രയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ. സുഗ്രീവനർക്യപാദ്യേന പൂജ ചെയ്ത അഗ്രഭാഗേണ വീണ്ടും വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹമാഹന്ത രാഘവകാരുണ്യലേശേന രക്ഷിതനദ്യനാൻ ലോകത്രയത്തെ. ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും തന്നിയോഗത്തെ വഹിക്കുന്നു. അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രയും ഉൾക്കാമ്പൊയിഞ്ഞവനോട് ചൊല്ലിനാൻ. ദുഃഖേന ഞാൻ പുരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്കനീ മഹാഭാഗനല്ലോ. നിങ്ങൾ പ്രണയം അധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞതു ഞാനടോ. വൈകാതെ പോക വനത്തിനു നാമിനി രാഘവൻ താനെ വസിക്കുന്നവനടോ. സുഗ്രീവൻ ശ്രീരാമ സന്നിധി.